അപ്പോസ്തലപ്രവൃത്തികൾ 5:32. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്നുത്തരം പറഞ്ഞു. പത്രോസിനെയും ശേഷം അപ്പോസ്തലന്മാരെയും യേശുവിനെ പ്രസംഗിച്ചത് മുഖാന്തരം പിടിച്ച് പൊതുതടവിലാക്കി. കാരാഗൃഹം അവർ നല്ല സൂക്ഷ്മതയോടെ പൂട്ടുകയും കാവൽക്കാരെ വാതിൽക്കൽ നിർത്തുകയും ചെയ്തു. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ദൈവാലയത്തിൽ ചെന്ന് ജീവൻ്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കുവാനും അവരെ ധൈര്യപ്പെടുത്തി സ്വതന്ത്രമാക്കി. അധികാരികളുടെ മുൻപിൽ ധൈര്യത്തോടെ നിന്ന് ദൈവവചനം പറയുകയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെ പ്രകീർത്തിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് ശിഷ്യന്മാരും പരിശുദ്ധാത്മാവും സാക്ഷികളാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലന്മാരിലൂടെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടും അപ്പോസ്തലന്മാർക്ക് അവരുടെ സാക്ഷ്യത്തിൽ അധികാരവും ശക്തിയും നൽകിയതിലൂടെയും അത് കേട്ടവരുടെ ഹൃദയങ്ങളോട് സംസാരിച്ചും പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതും അനുസരണവും തമ്മിലുള്ള ബന്ധം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കോസ് 11:13 ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്നെഴുതിയിരിക്കുന്നു. ഗലാത്യർ 3:14 അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ എന്ന് നാം വായിക്കുന്നു. കർത്താവായ യേശുവിലൂടെയുള്ള അനുസരണത്തെപ്പറ്റിയാണ് പത്രോസ് ഇവിടെ സംസാരിക്കുന്നത്. അതിന് നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതം അനുസരിക്കുക എന്നതാണ്. യേശുവിനായി സമർപ്പിക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു തീരുമാനമെടുക്കാതെ യേശുവിൽ വിശ്വസിക്കുക എന്നത് അസാധ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്ത മത്സരബുദ്ധിയുള്ള ഹൃദയത്തിൽ വിശ്വാസം ഉടലെടുക്കുക എന്ന കാര്യം സാധ്യമല്ല. ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറുള്ളവർക്ക് അതിനുവേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. മത്തായി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു. നമുക്കും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവഹിതമനുസരിച്ച് ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങേ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.